ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. ഇന്ന് സെപ്റ്റംബർ 13. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു ആൻ്റണി വർഗീസ് പെപ്പെ ചിത്രമായിട്ടുള്ള കൊണ്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് ഓണം സ്പെഷ്യൽ റിലീസൊക്കെ ആയിട്ട് തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ടൊക്കെ റിലീസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ആൻ്റണി വർഗീസ് പെപ്പെ, അതേപോലെ തന്നെ രാജ്ബി ഷെഡ്ഡി, ഗൗതമി നായർ, അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ബാലൻ ചേട്ടൻ അതായത് മണികണ്ഠൻ പുള്ളിക്കാരനുണ്ട്, അതേപോലെ തന്നെ ഷബീർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഷബീർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ കണ്ണൻ ബായ്, അദ്ദേഹമൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്രൂ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അജിത്ത് മാമ്പള്ളി പുള്ളിക്കാരനാണ് ഈ ഒരു പടം ഡയറക്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോഫിയ പൗലാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സാം CS ആണ്, പുള്ളിക്കാരനാണ്. ഈ ഒരു പടത്തിൻ്റെ DOP എന്ന് പറയുന്നത് ദീപക് D മേനോനാണ്. അതേപോലെ തന്നെ ഈ ഒരു പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ സ്പെഷ്യൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അശ്വിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു കൊണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു പടത്തിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു കൊണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മെയിൻലി അറിയാൻ സാധിക്കുന്നത് ഇതൊരു പക്ക അടിപ്പടമാണെന്നാണ്. അതായത് ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളിക്കാരൻ്റെ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിൽ ഗംഭീരമായി തന്നെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിലെ രാജ്ബി ഷെഡ്ഡി പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ആ ഒരു കഥാപാത്രമൊക്കെ പടത്തിൽ വേറെ ലെവലാണെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മണികണ്ഠൻ പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ട്, അതായത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ തന്നെയായാലും ആൻ്റണി വർഗീസ് പെപ്പെ അദ്ദേഹത്തിൻ്റെ പക്ക ഇടിപ്പടം തന്നെയാണ് ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഗൗതമി നായർ പുള്ളിക്കാരിയൊക്കെ വേറെ ലെവലിൽ തന്നെ ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത്. ഗായ്സ്, പിന്നെ ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു പടത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ ചില ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ്, ചില ഫ്രെയിംസ് ഒക്കെ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പടത്തിലെ സ്പെഷ്യൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ കിടിലൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഉപരി ഈ ഒരു പടത്തിലെ മ്യൂസിക് വർക്കൊക്കെ സാം CS പുള്ളിക്കാരൻ അത്യാവശ്യം ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തത്തിലൊന്നും നമുക്കറിയത്തില്ല, കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ട് മാത്രമേ ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടവരാണോ? അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്.